അല്ലാ, നമ്മുടെ വീടുകളിലൊക്കെ നിസ്കാര റൂം ഉണ്ട് പോലെ, പുതിയ വീടുകളൊക്കെ. അത് നല്ലൊരു കാര്യം കേട്ടോ, നല്ല സംഭവമാണ്, നമ്മളൊക്കെ ചെയ്യണം. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയാം, കോണിക്കൂട്ടില് അല്ലെങ്കിൽ ആ റൂം ഇങ്ങോട്ട് വളഞ്ഞു വരുന്നിടത്ത് അവിടെ ഒരു ടേബിൾ ഇടാനും പറ്റില്ല. അത് നിസ്കാരം മുറിയായിക്കോട്ടെ, ഒന്നരാൾക്ക് നിൽക്കാൻ വയ്യ അവിടെ. അങ്ങനെ പിഷ്കരുത് എന്ന് മാത്രമാണ്. അത് റാഹത്തുള്ള റൂമാക്കുക. കടന്നുറങ്ങാൻ അങ്ങനെ ഗ്രൗണ്ട് പോലത്തെ റൂം, നിസ്കരിക്കാൻ രണ്ടാക്കുക, അങ്ങനെയല്ല. ഒരു സൗകര്യമുള്ള റൂമാക്കുക. പറ്റുന്നവരങ്ങനെ ചെയ്യാം. പുരുഷന്മാർക്ക് വീടുകളിൽ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ. നബിതങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു വീടുകളിൽ നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം പള്ളികൾ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ എത്രയോ ദറജ കൂടുതലാണ്. ബി25 ദറജ. ചില ഹദീസുകളിൽ വന്നത് ജമാഅത്തിന് 27 ഇരട്ടി കൂലി എന്ന് പറഞ്ഞ പോലെ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ ചെയ്ത് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിൽ ഫർള് നിർവഹിക്കുകയാണെങ്കിൽ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുന്ന സുന്നത്തിനേക്കാളും കൂലി വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ 25 ഇരട്ടിയുണ്ടെന്ന് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാംസ്കാരം കഴിഞ്ഞു, എണീറ്റ് ഓടുകയാണ്. ഉസ്താദുമാരൊക്കെ മുദരിസുമാരൊക്കെ റൂമിൽ പോയി നിസ്കരിക്കും. അപ്പൊ ചിലരൊക്കെ വേക്കുന്നു, ഉസ്താദ് ഉണ്ടോ ഇതിന്റെ നിസ്കരിക്കാതെ പോണ്, ഇതിനെ നോക്കിയെടുക്കണ കുറെ മനുഷ്യന്മാരുണ്ടാവുമല്ലോ. ഉസ്താദ് റൂമിൽ പോയി നിസ്കരിക്കുക, ഉസ്താദ് അതിന്റെ മസലൊക്കെ പഠിച്ച ആളായിരിക്കും. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. എന്ത് ചെയ്യുക, ഓരെന്ത് ചെയ്തിട്ടുണ്ടാവും, അത് അറിയുന്ന വിധത്തിലായിരിക്കും ചെയ്യുക. റൂമിൽ ചെന്ന് നിസ്കരിച്ച കൂലി കൂടുതലാ. അപ്പൊ ഉസ്താദ്മാരെ റൂമൊക്കെ പള്ളിയിൽ ഉണ്ടായി കൊടുത്താൻ റൂമിൽ പോയി നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാനൊക്കെ സൗകര്യം. അവിടെ തട്ടിത്തിരിച്ചില്ല, അവിടെ ഒന്നും വാതിൽ തുറക്കാനും സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണും ചിലപ്പോൾ. ചില പിഷ്കന്മാർ കമ്മിറ്റിക്കാരുള്ളടത്തെ അങ്ങനെ ആവരുത്, സൗകര്യം ചെയ്തു കൊടുക്കുക. ഒക്കെ കൂലി കിട്ടുമെന്ന്, ഒക്കെ സുന്നത്തിന്റെ കൂലി കിട്ടൂലേ. അന്ന് കാലത്ത് 2016 കമ്മിറ്റി മെമ്പർ ആയപ്പോ ചെയ്തു കൊടുത്തതാ. യാ അള്ളാ, മരിച്ചുപോയി, ഇന്ന് 2056 കൊല്ലായി നീ സങ്കല്പിക്കുക. ഇത്രയും കൊല്ലം ഖബറിലേക്ക് ആ ഉസ്താദ്മാർ നിസ്കരിക്കണ കൂലി യാക്ക് കിട്ടൂലേ? കിട്ടും. നമ്മുടെ വീടുകളിൽ നിസ്കാര റൂം വേണം. നബി തങ്ങളോട് ആഗ്രഹം പറയുന്നു ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബിയെ എന്റെ വീട്ടിൽ നിസ്കരിച്ചു തരണം നബിയെ. അങ്ങ് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടം എന്റെ വീട്ടിൽ ഒരു നിസ്കാര റൂമാക്കി എടുക്കാം. അതിന് നമ്മൾ കുടിരിക്കലിനൊക്കെ ഉസ്താദ്മാരെ വിളിക്കുക, സയ്യിദന്മാരെ വിളിക്കുന്നു. ഒരു ബർക്കത്തുള്ള മനുഷ്യൻ ചെയ്തോട്ടെ, അത് റാഹത്തല്ലേ, ഒരു ബർക്കത്താ. ചില നമുക്ക് ആ വിശ്വാസമൊന്നുമില്ല. എന്റെ കൈ എന്നെ വലിയ പുണ്യമുള്ള കയ്യാ. എന്റെ നാട്ടിലൊരു സംഭവം അങ്ങനെ ഉണ്ടായിക്കണം. ഞാൻ പറഞ്ഞൊരു നല്ലൊരു ഉസ്താദിനെ വിളിച്ച് ചെയ്തോ, വീട് പണിയൊക്കെ തുടങ്ങല്ലേ, എന്റെ കയ്യിനിപ്പോ എന്താ കുഴപ്പം തന്നെ തുടങ്ങിയതാ. 15 കൊല്ലത്തോളായി, ഇപ്പോഴും കുടിക്കാൻ പറ്റിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ വേണ്ട. ഞാൻ തന്നെ വലിയ ആളെന്ന് വിചാരിച്ചാൽ പാടില്ലല്ലോ. നമ്മളെക്കാട്ടും വലിയ ആൾക്കാർ എത്ര ഉണ്ട്? നമ്മളൊന്നുമല്ല എന്നാ വിചാരിക്കേണ്ടത്. ബറക്കത്തുള്ളവരെ കൊണ്ടുവരാ, അതൊക്കെ റാഹത്താ. അതിനാണ് തങ്ങൾ പറയുന്നത്, നബിയെ അങ്ങ് വന്നൊന്ന് നിസ്കരിച്ചു തന്നാൽ ഞാൻ അവിടെ നിസ്കരിക്കാം, അതെന്റെ മുസല്ലയാക്കാം നബിയെ. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നോക്കി പറഞ്ഞു, സഅഫ്അലു ഇൻഷാ അല്ലാഹ്, ഇത്ബാനെ ഞാൻ വരാം. മദീനയിൽ നിന്ന് എത്രയോ ദൂരെയാണ് അവരുടെ വീട്. ഹബീബായ നബി തങ്ങൾക്ക് മദീന ജീവിതത്തിൽ 40-ലേറെ ചെറുതും വലുതുമായ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ഗസ്വകൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സംഘടനകളിൽ നബി തങ്ങൾക്ക് ഇടപെടേണ്ടി വന്ന കാലം. ആ തിരക്കിനിടയിലാണ് ഒരാൾ, കണ്ണു കാണാത്ത ഒരാള്, എന്റെ വീട്ടിൽ വരുമോ നബിയെ, ഇച്ചിരി ദൂരെയാണ്, അങ്ങ് വരികയും അങ്ങ് നിസ്കരിക്കുകയും ചെയ്താൽ എന്റെ വീടിനുള്ളിൽ അല്ലാഹു നിസ്കരിക്കാൻ ഒരു മുസല്ല, നിസ്കരിക്കുന്ന ഒരു നിസ്കാര റൂം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നബിയെ. ആ ആഗ്രഹം എന്ന് പറയട്ടെ. സഅഫഅലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ വരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, അതായിരുന്നു റസൂലുള്ളാഹ്. ഏത് പാവപ്പെട്ടവർ വിളിച്ചാലും, മലയാളിമാര് വിളിച്ചാലും, സാധുക്കൾ വിളിച്ചാലും, ആര് വിളിച്ചാലും നബിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസക്കാർ വിളിച്ചാൽ മാത്രം പോവുക, അല്ലാത്തവർ വിളിച്ചാൽ പോകാണ്ടിരിക്കുക. അത് ഉസ്താദ്മാരും നിർത്തണം, എല്ലാവരും നിർത്തണം. അതൊക്കെ ഹുബ്ബു ദുനിയയുടെ ഭാഗമാണ്, ഉണ്ടായി പോവരുത്. അല്ലാഹു നമ്മുടെ ഖൽബുകളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ എല്ലാവരും ഇഖ്വാനി, അങ്ങനെ എല്ലാവരും ഒരുപോലെ. ഞാൻ വരാം, ഞാൻ ആ ദിവസമാവാൻ കാത്തിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ എപ്പോഴാണ് വരുന്നത്? എന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് നബി തങ്ങൾ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാ സൂര്യൻ ഉദിച്ച് പ്രഭാതം ഒരൽപ്പം ചൂട് പിടിച്ച നേരം
മുത്തുനബി തങ്ങൾ വരുന്നു. ഫഗദാ അലയ്യ റസൂലുള്ളാഹ്, മുത്തുനബി തങ്ങൾ അതാ എന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നു. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽമേൽ സന്തോഷം മറ്റെന്തുണ്ട്? ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് കൂടെ ഒരാളുമുണ്ട്, മറ്റാരുമല്ല ഹബീബിന്റെ 61 കൊല്ലത്തെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. രണ്ടുപേരും വന്നു. എന്റെ വീട്ടിൽ കയറി വന്നപ്പോ ഫസ്തഅദന, എന്റെ നബി എന്നോട് സമ്മതം ചോദിച്ചു, ഉത്ബാനെ വീട്ടിലേക്ക് ഞാൻ കയറിക്കൊള്ളട്ടെയോ? ചെറുപ്പക്കാരെ അട്ടിവരിട്ട് മനസ്സിലാക്കുക, വീട്ടിലേക്ക് എന്റെ ചങ്ങായിന്റെ വീടല്ലേ, ഞാൻ ഓൽക്കൊരു ആങ്ങളെയും ഓന്റെ പെങ്ങന്മാരൊക്കെ എനിക്കൊരു പെങ്ങളുമല്ലേ,